വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമോ? ബൽറാമിന്റെ വെടിക്കെട്ട് പോസ്റ്റ് ചർച്ചയാവുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇഷ്ടപ്പെട്ടതും വിജയസാധ്യതയും നോക്കി സ്ഥാനാർത്ഥികൾ സീറ്റ് ആവശ്യപ്പെടുന്നു, തർക്കത്തിലേർപ്പെടുന്നു. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സിറ്റിംഗ് സീറ്റായിട്ടും കോൺഗ്രസിന് ഇനിയും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും വലിയ ആശയക്കുഴപ്പം വയനാടിന്റെ കാര്യത്തിലൊക്കെ നിൽക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സർവ്വസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് MLA VT ബൽറാം. VT വയനാടിനായി കണ്ടെത്തിയ ആ കരുത്തനായ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിന് തക്കതായ കാരണവും VT ബൽറാമിന്റെ മുന്നിലുണ്ട്. അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയിൽ നിന്നാകുന്നത് ഇന്ത്യയെ ആശയത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് VT കരുതുന്നത്. രാഹുൽ മുന്നോട്ട് വെക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന് വിളനിലമാകാൻ എന്തുകൊണ്ടും അനുയോജ്യമായ മണ്ണാണ് കേരളത്തിൻ്റെതെന്നും VT ബൽറാം നിരീക്ഷിക്കുന്നുണ്ട്. VT ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം. അടുത്ത പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യയുടെ പ്രതിനിധി കൂടിയാകുന്നത് ഇന്ത്യ എന്ന ആശയത്തെ ശക്തിപ്പെടുത്തും. രാഹുൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയത്തിന് വിളനിലമാകാൻ എന്തുകൊണ്ടും അനുയോജ്യം കേരളത്തിന്റെ മണ്ണ് തന്നെയാണ്. ഏതായാലും വയനാട് സീറ്റിനെ ചൊല്ലി തർക്കം കോൺഗ്രസിനുള്ളിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബൽറാമിന്റെ പുതിയ നിലപാട്. AI ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ വയനാട് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി അടക്കം തയ്യാറാകാതെ നിൽക്കുകയാണ്. വയനാട് സീറ്റിൽ തീരുമാനം ഉണ്ടാകുമോ എന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് ഇതുവരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു വാക്കും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല. ആന്ധ്ര ചർച്ചകൾക്ക് വേണ്ടി മാത്രമാണ് ദില്ലിയിലെത്തിയതെന്നും മുഴുവൻ സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയെന്നുമൊക്കെ പറഞ്ഞൊഴിയുകയാണ് ഉമ്മൻചാണ്ടി. പക്ഷെ അതൊന്നുമല്ല കാര്യം. കൃത്യമായ കുഴപ്പങ്ങൾ അവിടെയുണ്ട്. അതേസമയം വയനാടടക്കം 3 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും അനിശ്ചിതമായി തന്നെ നീളുകയാണ്. T സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിച്ചേ തീരൂ എന്ന ഉമ്മൻചാണ്ടിയുടെ കടും പിടുത്തത്തിന് മുന്നിലാണ് അനുനയ ചർച്ചകളെല്ലാം തട്ടി നിൽക്കുന്നത്. ആന്ധ്ര ചർച്ച കഴിഞ്ഞിറങ്ങിയ ഉമ്മൻചാണ്ടി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ബൽറാം വലിയ ചർച്ചയായി മാറുന്ന വെടിക്കെട്ട് പോസ്റ്റുമായി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും വയനാടിന്റെ കാര്യത്തിൽ എന്താകും? കഴിഞ്ഞ ദിവസങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ നിന്ന് വന്ന കുറ്റിച്ചൂല് പരാമർശങ്ങളൊക്കെ വിവാദമായിരിക്കുമ്പോൾ, ഇപ്പോൾ വയനാട് ആരെങ്കിലും മതിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും സമ്മതനായ രാഹുൽ ഗാന്ധിയുടെ പേര് പറയുമ്പോൾ രാഹുലിനെ എന്തായിട്ടാണ് ബൽറാം ഉപമിച്ചത്? അത്തരം ചർച്ചകളും ഉയർന്നു വരികയാണ്. വല്ല വിധേനയും UDF പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുമ്പോൾ PJ ജോസഫിനെ അനുനയിപ്പിച്ചു കൊണ്ടുവരുന്നു. KV തോമസ് കൈവിട്ടു പോകുമായിരുന്ന KV തോമസിനെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇതിനിടയിൽ ഒന്ന് ശരിയായി വരുമ്പോഴാണ് സിദ്ദിഖിന്റെ പേരിൽ ഉമ്മൻചാണ്ടി പുറംതിരിഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ എങ്ങനെയായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ ബാധിക്കുക? UDFിലെ ഈ ആശയക്കുഴപ്പങ്ങൾ എന്ന് തീരും? ഒരു മുഴ മുന്നേ എറിഞ്ഞ് LDF കളത്തിലിറങ്ങി പ്രചാരണം ശക്തമാക്കുമ്പോഴും പതിവ് പോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും ചർച്ചകളിലും നീണ്ടുപോവുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും VT ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.